പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആ ഹൃദയത്തിൽ സന്തോഷത്താലാണ് ഞാൻ സുവിശേഷം പറയുന്നത്. എങ്കിലും ഹൃദയത്തിൽ വലിയ ഭാരമുണ്ട്, വലിയ സങ്കടമുണ്ട്. മനുഷ്യൻ്റെ ഈ സുവിശേഷ വിരോധമായിട്ടുള്ള, സുവിശേഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഈ ലോകസുഖങ്ങളുടെയും ആഡംബരത്തിൻ്റെയും ഈ തനമോഹത്തിൻ്റെയും ഒക്കെ പിന്നാലെയുള്ള മനുഷ്യൻ്റെ ഓട്ടം ഉണ്ടല്ലോ, ഇതെല്ലാം അവസാനിച്ച് ഒരു ദിവസം അലമുറയിട്ട് നിലവിളിക്കുന്ന സമയം വരും. ഞാൻ പറയുന്നതല്ല, ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ലൂക്കോസിൻ്റെ അത് സംഭവിക്കാതിരിക്കാൻ ഇന്ന് തന്നെ ഈ സുവിശേഷങ്ങൾ എത്രയും വേഗം മാനസാന്തരപ്പെട്ടുകൊള്ളുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ നമ്മളിതിനെ അവഗണിച്ച് കളയരുതേ എന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്: മനുഷ്യൻ അമിതമായ ഭക്ഷണം, ജീവിത വ്യഗ്രത, മദ്യപാനം എന്നിവയാൽ ജീവിതം ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് ഭൂതലത്തിലുള്ള എല്ലാവരുടെ മേലും വന്നു പതിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഇപ്പോഴേ ശ്രമിച്ചുകൊള്ളുക. ദൈവം നമുക്ക് ഭൂമിയിൽ തന്നിരിക്കുന്ന അല്പകാലത്തെ ജീവിതം നമ്മുടെ സൃഷ്ടമായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അനുവദിച്ച് തന്നിരിക്കുന്നതാണ്. അത് സുഖലോലുപതയ്ക്ക് വേണ്ടി ദൈവ നിഷേധമായി ജീവിച്ച് പാഴാക്കി കളയുവാനുള്ളതല്ല. പ്രിയമുള്ളവരെ, ഇതെല്ലാം തീരും. ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റും ലോകത്തിൽ നടക്കുന്ന അനർത്ഥങ്ങൾ എത്ര ഭയങ്കരമാണ്, എത്ര മാരകമായിട്ടുള്ള ഗുരുതരമായ രോഗങ്ങളും അപകടങ്ങളും ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഏതാനും ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയി. മിക്കവാറും എല്ലാവരും അധികം പ്രായമില്ലാത്ത ആളുകളാണ്. അറ്റാക്ക് മൂലമാണ് മരിക്കുന്നത്. ക്യാൻസർ, അറ്റാക്ക്, പ്രായമായവരൊക്കെ പിന്നേ നിൽക്കുന്നു. മരണം പ്രതീക്ഷിക്കാതെ ഓരോ മനുഷ്യനെയും കടന്നു പിടിക്കുന്നു. ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ജനസ്വാധീനമുണ്ട്. ഇന്നൊന്നും തീരുകയില്ലെന്ന് വിചാരിച്ച് പെട്ടെന്ന് പക്ഷി കെണിയിലാകപ്പെടുന്നത് പോലെ എല്ലാം തീർന്നു പോവുക. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നത്: അത്യ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ ശിഖരങ്ങൾ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഇവയൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ വാതുക്കൾ വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഏതാണെന്നറിയാമോ? ഇത് അത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ്. AD 70 മുതൽ 1948 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ ഭൂമിയിലെമ്പാടും ചിതറി നടന്നു. അവർക്ക് രാജ്യമില്ലായിരുന്നു. എന്നാൽ അത്തി എന്ന് വിശേഷിപ്പിക്കുന്ന യഹൂദ ജനം 1948 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നതെല്ലാം ഒരുമിച്ച് കൂടി. അതിശയം എന്ന് പറയട്ടെ, ഇന്ന് അവരൊരു രാഷ്ട്രമായി മാറി. അവർ എണ്ണത്തിൽ വളരെ കുറവാണ്, 1 കോടി ആളുകൾ പോലും ഇല്ല, എങ്കിലും എണ്ണത്തിൽ കുറവാണ്. അവരാണ് ഇന്ന് ലോകത്തെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ അത്യ നോക്കി ഒരു ഉപമ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ, ഇവർക്ക് ഈ രാജ്യം കിട്ടിയപ്പോൾ ഈ സംഭവം ഓർത്തിരിക്കുന്ന ആളുകൾ മരിച്ചു തീരുന്നത് വരെ, ഇതിന് മുമ്പേ ഈ മനുഷ്യപുത്രന്റെ വരവാകുക, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് പ്രത്യക്ഷത ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ തന്നെ അത് നടക്കും. ഇന്ന് ലോക സംഭവങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. പലരും കളിയാക്കും, ഇതെല്ലാം തീരും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ദൈവം ഇതിനെല്ലാവരും ദീർഘക്ഷമം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: ഇതൊക്കെയും വാതിൽക്ക് വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ.
ഇതെപ്പോൾ സംഭവിക്കുമെന്ന് സ്വർഗസ്ഥ പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിയത്തില്ല. ആ കാലം നോഹയുടെ കാലം പോലെ ആകും. നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നു അറിയാമോ? അന്ന് ഇതുപോലെ ജലപ്പെരുപ്പമുള്ള കാലം, എല്ലാ മനുഷ്യനും അധർമ്മം കൊണ്ട് പെരുകി നിന്ന കാലം. എല്ലാവിധ അധർമ്മ പ്രവർത്തിയും ചെയ്ത് നീതിമാന്മാരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ പോലും ഇല്ല. നോഹ ഒഴികെ ദൈവം ലോകത്തെ എമ്പാടും നോക്കി കഴിഞ്ഞപ്പോൾ ഒരുവരെ മാത്രമേ നീതിമാനായി കണ്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അധർമ്മ പ്രവൃത്തികളിൽ പെരുത്ത് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവം ഭൂമുഖത്തുള്ള മനുഷ്യവർഗത്തെ മുഴുവനും നശിപ്പിച്ചു കളയുവാൻ, ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തിന് അതിന് അധികാരമുണ്ടല്ലോ. ഉണ്ടാകട്ടെ എന്ന് വാക്കിനും സകലം ഉളവാക്കിയ ദൈവത്തിന് ന്യായവിധി നടത്താൻ ദൈവത്തിന് അവകാശമുണ്ട്. അങ്ങനെ നോഹയോട് ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹ പെട്ടകം പണിതു. എന്നിട്ട് അവൻ ലോകത്തിലുള്ളവർ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുവിൻ, ജലപ്രളയം വരാൻ പോകുന്നു. ഭൂലോകത്തെ മുഴുവനും പ്രളയം വന്ന് അതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ പെയ്ത് ഭൂമിയിൽ മുഴുവൻ വെള്ളം കൊണ്ട് മൂടിയിട്ട് പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുന്നവർക്ക് രക്ഷപ്പെടാൻ, അല്ലാത്തവരെല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് എത്ര വർഷം ലോകം വിളിച്ചു പറഞ്ഞുവോ, മനുഷ്യരാരും അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല. ഒരു ദിവസം നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി വാതിലടച്ചു. അന്ന് ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. ഭൂമിയുടെ ഉറവുകളൊക്കെയും പൊട്ടി. അതിഭയങ്കരമായ മഴ, ജലപ്രളയം കൊണ്ട് മൂടാൻ തുടങ്ങുമ്പോൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഒരു പ്രയോജനമില്ല. അടഞ്ഞ വാതിൽ ഒരിക്കലും തുറക്കുകയില്ല. ദൈവം അടച്ച വാതിൽ ഒരിക്കലും തുറക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇന്നും വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ ഇന്ന് മദ്യപാനത്തിൻ്റെയും അമിത ഭക്ഷണത്തിൻ്റെയും ജീവിത സുഖത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ധനസമ്പാദനത്തിൻ്റെയും എന്ത് ചെയ്താലും തൃപ്തിയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ അപൂർവമേ കാണാനുള്ളൂ. ഇതൊക്കെ പോഷത്വമായിട്ടാണ് മനുഷ്യൻ പലരും കണക്കാക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ ഒരു കാലത്തും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നെന്ന് വിചാരിച്ച മഹാപാപം, കൊടും പാപം, കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ യഥേഷ്ടം ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്ന ഭരണ സംവിധാനമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഏറ്റവും അധികമായ വ്യഭിചാരം, മദ്യപാനം ഏത് പ്രായത്തിലുള്ളവർക്കും യഥേഷ്ടം ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിനോ ഭാര്യ ഭർത്തൃ ബന്ധത്തിനോ കുടുംബ ബന്ധങ്ങൾക്കോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിനോ ഒന്നും ഒരു വിലയുമില്ല. യാതൊരു സംസ്കാരത്തിനും ഒരു വിലയുമില്ല. ഇവിടെ സത്യമില്ല, നീതിയില്ല, ധർമ്മമില്ല, ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഭരണ സംവിധാനം വ്യാപകമായി നിലവിൽ നിൽക്കുകയാണ്. മനുഷ്യൻ എങ്ങനെയും ജീവിച്ചാൽ മതി. ഏതധർമ്മ പ്രവൃത്തിയില്ല. മനുഷ്യന് സ്നേഹമില്ല, ബഹുമാനമില്ല, കരുണയില്ല, ദയയില്ല. യാതൊരു വിധമായ സത്യമോ നീതിയോ ഒന്നുമില്ല. എവിടെ നോക്കിയാലും ചതിയും വഞ്ചനയും കൊലപാതകങ്ങളും മോഷണങ്ങളും കവർച്ചകളും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന മക്കൾ ഉഴത്തും കാണാനില്ല. ഇന്നൊരു നല്ല കുടുംബം പറയുവാനായിട്ട് നോക്കിയാൽ ഉഴത്തും കാണാനില്ല. ഭർത്താവിന് വിധേയമായി ജീവിക്കുന്ന ഭാര്യമാരെ കാണാനില്ല. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ കാണാനില്ല. കുടുംബത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരുമിച്ച് കൂടി പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയും മക്കളുള്ള കുടുംബത്തെ ഇന്ന് കാണാനില്ല. എന്തോ ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. ഇതെല്ലാം തീരും. ലോകത്തിൽ മനുഷ്യൻ ആശിച്ചതെല്ലാം പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം. ഇന്ന് വാഹനങ്ങളുടെ പെരുപ്പം, ബോധിച്ച വിധത്തിലുള്ള സുഖലോൽപതയിൽ അങ്ങ് ആറാടാൻ കഴിയുന്ന വിധത്തിലുള്ള കെട്ടിടങ്ങൾ, വീടുകൾ, എല്ലാവിധ സുഖ സൗകര്യങ്ങളും. സാധാരണ പണ്ടൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രായമായ ആളുകൾക്ക് കഴിക്കുന്ന ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട.
ധാരാളം ഭക്ഷണം എവിടെ നോക്കിയാലും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കാലഘട്ടം തീർന്നു പോകും. ഇത് നമ്മൾ കർത്താവിൻ്റെ മുന്നറിയിപ്പാണ്. ഇന്ന് നോക്കുക, ഒരു കാലത്ത് സുവിശേഷം കേൾക്കാൻ മനുഷ്യൻ ആർത്തിയോടെ ഓടിക്കൂടിയ കാലഘട്ടം ഇന്ന് അതിനെ അവഗണിച്ച് കളഞ്ഞ് ഓടിമാറുന്ന കാലഘട്ടത്തിലേക്ക് വന്നു. സുവിശേഷം തന്നെ ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പറയുന്ന ആളുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സത്യം വേണ്ട. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊക്കെ ഇനി മുന്നോട്ട് ഏതാനും നാൾ കഴിയുമ്പോൾ ഇതുപോലും ഇല്ലാതെ വരും. ഒരിക്കൽ സുലഭമായി കേട്ടുകൊണ്ടിരുന്ന സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊതിക്കുന്ന നാളുകൾ വരുമെന്ന് ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയാണ്. അന്ന് അനേകർ കൊതിക്കും. ഒരു ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി സമുദ്രം മുതൽ സമുദ്രം വരെ അവർ ഉഴന്ന് ചെല്ലും. അവിടെ ഇന്നും കിട്ടുകയില്ല. യുവാക്കന്മാരും യുവതികളും തളർന്നു വീഴും. അന്നൊരു മഹാക്ഷാമം ദൈവം അയക്കും. അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ടോ ഉള്ള ക്ഷാമമല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ആ ഒരു മഹാക്ഷാമം തന്നെ. ഓർത്ത് നോക്കുക. അതുകൊണ്ട് ഒരു ദിവസം ഈ തിരുവചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. വാതിലടയ്ക്കും. പെട്ടകത്തിൻ്റെ വാതിലടച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചതുപോലെ ഈ ദൈവരാജ്യ പ്രവേശനത്തിനുള്ള അവസരവും നഷ്ടമാകത്തക്ക വിധം വാതിലടയുന്ന സമയമുണ്ട്. സുവിശേഷം പ്രസംഗിക്കാൻ ഇല്ലാത്തൊരു സമയം വരും. അന്ന് പലരും നിലവിളിക്കും. അന്ന് അകത്തു നിന്ന് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നൊരു സമയമുണ്ട്. അന്ന് ജനമെല്ലാം വിളിച്ചു പറയും, ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ. വാതിൽ അടച്ചതിന് ശേഷമാകട്ടോ. എന്നാൽ ആ നിലവിളി ഇപ്പൊ അങ്ങ് നിലവിളിച്ചായിരുന്നെങ്കിലോ? ഇല്ല, ഇന്നിപ്പോൾ അതിന് സമയമില്ല. വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. എങ്കിലും ഏത് മനുഷ്യനാണ് ഇന്ന് തൃപ്തിയുള്ളത്? സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല, തൃപ്തിയില്ല. അന്ന് വാതിലടച്ചതിന് ശേഷം നിലവിളിക്കും. അകത്തുനിന്ന് ഞാൻ നിങ്ങളെ ഒരു നാൾ അറിയുന്നില്ല എന്ന് മറുപടി ഉണ്ടാകും. അന്ന് വേറൊരു ഭാഷ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു. അപ്പോഴകത്തുനിന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരേ, എന്നെ വിട്ട് അകന്നു പോകുവിൻ, ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വാതിൽ തുറക്കുക അല്ലേ ഇത്. അലമുറയിട്ട് കരയുന്ന നാളുകൾ വരും. യേശു ഇപ്രകാരം പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുത്തിനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയാണ്. പിന്നെ ആരാ കയറുന്നത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അല്ലാത്തവരാരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവേ 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 എന്ന് വിളിച്ച് കൈയടിച്ചത് കൊണ്ടോ പാട്ട് പാടിയത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. യേശു നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വന്ന രക്ഷിതാവാണ്, കർത്താവാണ്. പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വന്ന വിമോചകനാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യയുടെ ഏക മധ്യസ്ഥനാണ്. ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവായ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കാൻ വന്നവനാണ്. പകരം പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പഠിപ്പിക്കുന്ന വ്യാജ സുവിശേഷവും കണ്ടമാനം പ്രചരിക്കുകയാണ്. പ്രിയരെ, ഈ വ്യാജങ്ങളെല്ലാം കേട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ പാപത്തിൻ്റെ ബഹത്വത്തിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കാതെ ഇന്ന് നമ്മൾ മനസ്സാന്തരപ്പെട്ട് ദൈവത്തിനുള്ളവരായി ജീവിക്കാൻ ഇടയായി തീരട്ടെ. ലോകത്തിൽ നീതിമാന്മാർ എന്നും വിരളമേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്പമായി അവസരം നഷ്ടമാക്കി കളയരുതേ. ഇനിയും സുവിശേഷം കേൾക്കാൻ സാധിക്കാത്ത കാലം വരുന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ മാനസാന്തരപ്പെടാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.